ബിഗ് ബോസിൽ കഴിഞ്ഞ 2 വർഷമായി തന്നെ കാണുന്ന ഒരു പ്രത്യേക കാറ്റഗറിയാണ് ഒരു കോമൺ വ്യക്തി എന്നത്. അതായത് സാധാരണ ആളുകളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് ബിഗ് ബോസിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി. ഈ വർഷവും അതുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ അതുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ബിഗ് ബോസിൻ്റെ ഒരു മത്സരാർത്ഥിയായിരുന്നു ഗോപിക. എല്ലാവർക്കും വളരെയധികം സുപരിചിതയായ വ്യക്തി എന്ന് തന്നെ ഗോപികയെക്കുറിച്ച് പറയാം. ഗോപികയെക്കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് എന്നുകൂടി പറയുന്നു. എന്നാൽ ഇപ്പോൾ 2ാം വിവാഹവും കഴിഞ്ഞ് 2ാമത് ഗർഭിണിയായിരിക്കുകയാണ് ഗോപിക എന്ന അധികം ആരും അറിഞ്ഞില്ല. എല്ലാവരിൽ നിന്നും മറച്ചു വയ്ക്കുകയായിരുന്നു ഗോപിക ഇതെന്നും പറയുന്നുണ്ട്. ഗോപിക എപ്പോഴാണ് വിവാഹം കഴിഞ്ഞതെന്നും വീണ്ടും ഗർഭിണിയായതും എപ്പോഴാണെന്ന് ബിഗ് ബോസ് താരം ഗോപികയോട് വീണ്ടും എല്ലാവരും വിശദമായി ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായ ഒരു താരം തന്നെയാണ് ഗോപിക. കോമണറായി എത്തി വളരെയധികം പ്രേക്ഷക പ്രീതി നേടിയ താരം എന്ന് തന്നെ ഗോപികയ്ക്ക് പ്രത്യേകതയുണ്ട്. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ കോമണറായിരുന്നു എന്ന് കൂടി പറയണം. സീസൺ 5 ഗോപിക പങ്കെടുത്തത്. അഖിൽമാരാർ വിജയിയായ സീസണിൽ ഒരേ ഒരു കോമണറായിരുന്നു ഗോപിക. വളരെ 2 വർഷങ്ങളായി ഗോപികയും സഹോദരനുമെല്ലാം ബിഗ് ബോസ് ആരാധകരാണ്. അങ്ങനെയാണ് കോമണർ ഓഡീഷൻ വന്നപ്പോൾ ഗോപികയും പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചത്. ശേഷം ലക്ഷോപലക്ഷം ആപ്ലിക്കേഷനുകളിൽ നിന്ന് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ കോമണറായി ഗോപിക തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. 22 ദിവസത്തോളം ഹൗസിൽ നിന്ന് മത്സരിച്ച ശേഷമാണ് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗോപിക ഷോയിൽ നിന്നും എവിക്റ്റ് ആയത്. ആദ്യത്തെ കോമണർ ആയിരുന്നിട്ട് കൂടി മികച്ച പ്രകടനമായിരുന്നു ഗോപിക പുറത്തെടുത്തതെന്ന് പറയണം. അൺഫെയർ എവിക്ഷൻ ആയിരുന്നുവെന്ന് ഗോപികയെക്കുറിച്ച് നിരവധി പേർ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ഗോപിക പങ്കിട്ട ഒരു പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് വൈറലാകുന്നു. എന്റെ കൊച്ചു കുടുംബം എന്ന തലക്കെട്ട് നൽകിയാണ് മകൻ 4 വയസ്സുകാരൻ അമ്പുവിനെയും ചേർത്ത് പിടിച്ച അജ്ഞാതമൊപ്പമുള്ള ഗോപിക ഫോട്ടോ പങ്കിട്ടത്. ഗോപിയുടെ സഹമത്സരാർത്ഥികളടക്കം നിരവധി പേർ ഗോപികയ്ക്ക് ആശംസകളുമായി എത്തി. എന്നാൽ ഭർത്താവിന്റെ പേരോ മറ്റു വിവരങ്ങളോ ഗോപിക ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വിവാഹം കഴിഞ്ഞോ, ഇതൊക്കെ എപ്പോഴായിരുന്നു എന്ന ചോദ്യങ്ങളുമായി ആരാധകരും എത്തിയിരിക്കുകയാണ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്നാണ് ഗോപികയുടെ മറുപടിയും. അതോടെ തന്നെ ഗോപികയുടെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്ത പ്രചരിക്കാൻ തുടങ്ങി. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ആശംസകൾ അറിയിക്കാനും തുടങ്ങി. പക്ഷേ ഇത് എപ്പോഴാണ് നടന്നതെന്നും ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ എന്നും അതീവ രഹസ്യമായിട്ടാണ് ഇത് നടന്നതെന്ന് തോന്നുന്നു എന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട്. മാത്രവുമല്ല, അടുത്ത കൺമണിയെ കാത്തിരിക്കുകയാണെന്നും നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ബിഗ് ബോസ് പ്രേമികൾ നടത്തുന്നുമുണ്ട്. കാരണം ചിത്രങ്ങളിൽ നിന്നും ഗോപിക വീണ്ടും ഗർഭിണിയാണെന്ന് കാണാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ജീവിതത്തിൽ സന്തോഷമായി ഇരിക്കുന്നുണ്ടല്ലോ, അതുമാത്രം അറിഞ്ഞാൽ മതിയെന്നും നിരവധി പേർ പറയുന്നു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഗോപികയ്ക്ക് പിന്തുണയുമായി എത്തുകയാണ്. ഗോപിക ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ നല്ല മത്സരാർത്ഥിയായിരുന്നുവെന്നും പാവം മത്സരാർത്ഥിയായിരുന്നുവെന്നും ഒക്കെ നിരവധി പേർ പറഞ്ഞെത്തുകയാണ്. അത് അവർക്കും ഒരു സന്തോഷ വാർത്തയായി തന്നെ ഏറ്റെടുക്കുന്നു. ഗോപിക ഇത്രയും നാളും എവിടെയായിരുന്നു എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. ഞങ്ങളെല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നുവെന്നും ഇപ്പോഴത്തെ കോമണറിനെയൊക്കെ ബിഗ് ബോസിലൊക്കെ കാണാറുണ്ടോ എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസ് കൂട്ടായ്മ കൂടാറുമ്പോൾ പോലും ഗോപിക എത്താറില്ല എന്നും അതൊരു വലിയ വിഷമമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു. എന്തായാലും ഗോപിക ബിഗ് ബോസിൽ എത്തി ബിഗ് ബോസ് ജീവിതം കൊടുത്ത ഒരു പെൺകുട്ടിയാണ് എന്ന് പറയുന്നു. ബിഗ് ബോസ് ആണ് ഗോപികയെ വളർത്തിയത്. ഒന്നുമല്ലാതിരുന്ന ഗോപികയ്ക്ക് സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും ബിഗ് ബോസ് തന്നെയാണെന്ന് നിരവധി പേർ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. ബിഗ് ബോസിന്റെ ഉള്ളിലെ ഗോപികയുടെ ചില ഗെയിം തന്ത്രങ്ങളാണ് പാളിപ്പോയതെന്നും പക്ഷേ സാരമില്ല എന്നും കോമണർ എന്ന നിലയിൽ ഞങ്ങളുടെ ഇടയിലൊക്കെ തന്നെയും ഗോപിക ഇപ്പോഴും പ്രശസ്തിയിലാണെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. അതിന്റെ സന്തോഷം ഗോപികയ്ക്കും ഉണ്ടെന്നും കാണാൻ സാധിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.